ധ്രുവൻ്റെ കാര്യം പറയാണ്. ആത്മസ്ത്രപത്യ സുഹൃദോ ബലവൃദ്ധകോശം അന്തഃപുരം പരിവിഹാരഭുവശ്ചരമ്യ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സ പ്രയയൗ വിശാലാം. എല്ലാവർക്കുമുണ്ട് പാഞ്ചഭൗതികമായ ഒരു ശരീരം. അതിന് ചേതനാംശമില്ല, ജഡമാണ്. അതിനെ പ്രവർത്തിപ്പിക്കാനായി മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടങ്ങുന്ന ഒരു ഉൾവ്യക്തിത്വമുണ്ട്. ഇതെല്ലാറ്റിനും ആധാരമായി നമുക്കുള്ളതാണ് ആത്മ, ഞാൻ എന്ന് പറയുന്നത്. നമുക്കിതെല്ലാം ഉണ്ടല്ലോ. അപ്പം മനസ്സിന് വളരെയധികം ശക്തിയും സ്വാതന്ത്ര്യവും മഹത്വവും മേന്മയും ഉത്തുംഗതയുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുക മാത്രമല്ല, എല്ലാറ്റിനെയും വിട്ടുപോകാനും അതിന് സാധിക്കും. അങ്ങനെയാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 3 ആശ്രമം നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയത്. ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ വിദ്യ ശേഖരിക്കാൻ പഠിക്കൂ, പരിശ്രമിക്കൂ. അത് കഴിഞ്ഞാൽ കുടുംബഭരണത്തിനു വേണ്ടി കല്യാണം കഴിക്കൂ. കുട്ടികളുണ്ടായി കുട്ടികൾ മുതിർന്ന അവർക്ക് ചുമതല ഏൽപ്പിച്ചു കൊടുത്ത് വാനപ്രസ്ഥ ജീവിതം നയിക്കൂ. ആ വാനപ്രസ്ഥ ജീവിതം സഫലമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന സന്യാസാശ്രമം എടുക്കാം. ആ സന്യാസത്തിലാണ് മനുഷ്യ മനസ്സിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടി മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുക. ഇങ്ങനെ 4 ആശ്രമങ്ങൾ. ഞാനിത് എന്തിനാ പറയണേന്നറിയോ? നിങ്ങളൊക്കെ മിക്കവാറും ഗൃഹസ്ഥന്മാരാണ്. ആ ഗൃഹസ്ഥന്മാർ ഗൃഹത്തിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് മാതിരി വാനപ്രസ്ഥനാകണം എന്ന് തീരുമാനിക്കുമ്പോൾ അത് മുഴുവനും വിട്ടുക. എങ്ങനെ? സ്വേച്ഛയ, ഓപ്ഷണലായിട്ട് അങ്ങോട്ട് വിടുമ്പോൾ ആ വിടുന്നത് വലിയ സന്തോഷമായി തീരും. ഇന്നലെ വരെ വാനപ്രസ്ഥൻ ഗൃഹസ്ഥനായിരുന്നു. നാളേക്ക് വേണം എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് ശേഖരിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന സ്വഭാവമാണ്. വാനപ്രസ്ഥനായതോടുകൂടി നാളെ എന്നൊരു വിചാരമില്ലാതെ കഴിയണമെന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇത് 2 ചെയ്യാനുള്ള ശക്തിയും സ്വാധീനവും മഹിമയും വിഭവവും എല്ലാമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുമപ്പോൾ അത് മനസ്സിൻ്റെ മഹിമ എത്രയാണെന്ന്. ആത്മസ്ത്രപത്യ സുഹൃദോ ബലമൃദ്ധകോശം, തന്നെക്കുറിച്ചിട്ട്, തൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച്, പിന്നെ സ്ത്രീ, സന്താനം, സുഹൃദ്വലയം, ബലം, വളരെ സമൃദ്ധമായിരിക്കുന്ന കോശം രാജധാനിയിൽ, അന്തഃപുരം പരിവിഹാരഭുവശ്ചരമ്യാ, കളിക്കാനും വിഹരിക്കാനുമായിട്ടുള്ള പല കേന്ദ്രങ്ങളുണ്ട്. ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ, നമ്മുടെ ഭൂമി മുഴുവൻ സമുദ്രപര്യന്തമാണ്, സമുദ്രം വലയം ചെയ്ത് നിൽക്കുകയാണ്. ഇതെല്ലാം തന്നെ ധ്രുവൻ്റെ മനസ്സിൽ ആലോചിച്ച് തോന്നിയത് എന്താ? കാലോപസൃഷ്ടമിതി സ പ്രയയൗ വിശാലാം. ഇത് മുഴുവനും കാലത്തിൻ്റെ പ്രയാണത്തിന് വിധേയമാണ്. ഒന്നും ഇവിടെ ശാശ്വതമല്ല, എല്ലാം നശിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിനാണെങ്കിൽ ഇഞ്ചിഞ്ചായി അതിന് വാർദ്ധക്യം വന്നുകൊണ്ടിരിക്കുകയാണ്, ദുർബലത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചുവോ അതെല്ലാം നമുക്ക് വിട്ടുപോകേണ്ടി വരും. ഈ സമ്പാദിക്കാൻ കാരണമായിരിക്കുന്ന ശരീരത്തെയും നമുക്ക് വിട്ടുപോകണം. മരിക്കുന്ന ആളെ നമ്മൾ കെട്ടിപ്പിടിച്ചാലും ആൾ മരണം നിർത്താൻ പറ്റില്ല. ഉള്ളുകൊണ്ടാണത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും കാലോപസൃഷ്ടമാണെന്ന് വിചാരിച്ച് അദ്ദേഹം വിശാലത്തിലേക്ക് പോയി, ബദരികാശ്രമത്തിലേക്ക്. വളരെ ധന്യവും അനുഗ്രഹീതവും പൂർണ്ണവുമായിരിക്കുന്ന ജീവിതം ഇങ്ങനെയാണ് വാസ്തവത്തിൽ പര്യവസാനിക്കുക.